ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ റെസിപ്പി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് ചില്ലിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതാ 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള സവോളയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കൂടെ ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തെടുത്തത്, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ അടിച്ചെടുക്കണം. ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ല പോലെ അടിച്ചെടുത്താൽ മതി. അങ്ങനെ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി നമുക്കിതുപോലെ ഒരു ഉണ്ണിയപ്പച്ചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഈ ഉണ്ണിയപ്പച്ചട്ടി നല്ല പോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിൻ്റെ ഓരോ കുഴിയിലേക്കും ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, ഇതുപോലെ അല്പം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി മുട്ടയുടെ മിക്സ് നമുക്ക് ഇതിൻ്റെ ഓരോ കുഴിയിലേക്കും ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതിപ്പം ഞാൻ എല്ലാ കുഴിയിലും ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സൈഡ് റെഡി ആയതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ ഇതിപ്പം എല്ലാതും ഞാൻ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡും നമുക്ക് നല്ല പോലെ മൊരിഞ്ഞ് കിട്ടണം. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ 2 സൈഡും നല്ല പോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് മാറ്റാം. ഇനി ബാക്കിയുള്ളതും നമുക്കിതുപോലെ ഓരോ കുഴിയിലേക്കും കുറേശ്ശെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി ഓരോ കുഴിയിലേക്കും നമുക്കിതുപോലെ ബാക്കിയുള്ള മുട്ടയുടെ മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സൈഡ് റെഡി ആയതിനു ശേഷം തിരിച്ചിട്ടിട്ടും നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. അങ്ങനെ ഇതും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയൊരു കടായി ചൂടായതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഏതെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവോള ഇതുപോലെ കുറച്ച് കനത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി, ഒരുപാട് അങ്ങ് വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, ഒരു പച്ചമുളക് കട്ട് ചെയ്തെടുത്തത്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കഷ്ണം ക്യാപ്സിക്കം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയം വഴറ്റേണ്ട ആവശ്യമില്ല, ക്യാപ്സിക്കം ഉടഞ്ഞു പോകണ്ട. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ്. ഇതുപോലെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തതിന് ശേഷം 2 ടീസ്പൂൺ സോയാ സോസ്, പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 250 കപ്പിന് തന്നെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ എല്ലാം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി.
ഇതുപോലെ കോൺഫ്ലവറിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് അല്പം കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിപ്പം നല്ല പോലെ തിളച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ച മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതുപോലെ മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പില കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇതാ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് ചില്ലി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കയ്യിൽ വെളുത്ത എള്ള് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളുത്ത എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ പൊറോട്ടയുടെ കൂടെയോ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് ചില്ലി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.